വെഞ്ഞാറമൂട് ഹാപ്പി ലാൻഡിൽ അപകടം. റൈഡിന്റെ വെൻഡിംഗ് പൊട്ടി വീണു. കുട്ടികളടക്കം 5 പേർക്ക് പരിക്കുണ്ട്. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ്. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകും. ഡാൻ, ഈ അപകടം അതെങ്ങനെ സംഭവിച്ചു എന്നാണ് പറയുന്നത്? ഈ പരിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകളുണ്ടോ ആർക്കെങ്കിലും? അല്പസമയം മുമ്പാണ് വെഞ്ഞാറമൂട് ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ വിനോദസഞ്ചാരികൾ ഒരു റൈഡിൽ കയറുന്ന വീണ 5 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇവരെ ഉടൻ തന്നെ പ്രാഥമിക ചികിത്സ ഉറപ്പുവരുത്തിയ ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുതരമായ പരിക്കുകൾ ആർക്കും ഉള്ളതായി ഇപ്പോൾ വിവരം ലഭിച്ചിട്ടില്ല. അല്പസമയത്തിനകം ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കും. എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് വിവരങ്ങൾ വ്യക്തമായ സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. നേരത്തെയും ഹാപ്പി ലാൻഡിൽ സമാനമായ തരത്തിൽ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫിറ്റ്നസ് ഇല്ലാതെയാണോ അവിടെ ഈ പ്രത്യേകമായി സംവിധാനം ചെയ്തിട്ടുള്ള മെഷീനുകളടക്കം പ്രവർത്തിപ്പിച്ചിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന വേണ്ടിവരും. നിലവിൽ 5 പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. അതിൽ കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവരെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കും. പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷമാണ് വിവിധ ആംബുലൻസുകളായി ഇവരെ ആശുപത്രിയിലേക്ക് വിദഗ്ധ പരിശോധനകൾക്ക് വേണ്ടി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നതെന്നാണ് വിവരം. അല്പസമയത്തിനകം അപകടം സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. ഈ എത്ര പേര് റൈഡിൽ ഉണ്ടായിരുന്നു, എത്ര പേര് അപകടത്തിൽ പെട്ടു എന്നുള്ളതിലൊക്കെ ഒരു കൃത്യത വന്നിട്ടുണ്ടോ ഡാൻ? വളരെ പെട്ടെന്ന് തന്നെ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞോ? എത്ര പേരാണ് ആകെ റൈഡിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യം അറിയത്തില്ല. പക്ഷെ മുഴുവൻ പേരും താഴേക്ക് പതിച്ചു. അതിൽ 5 പേർക്കാണ് പരിക്കേറ്റത്. ആ 5 പേരെയാണ് പ്രാഥമിക ചികിത്സ ഉറപ്പുവരുത്തിയതിനു ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ഗുരുതരമായ പരിക്കുകളാണോ എന്നതിനെ സംബന്ധിച്ചും വ്യക്തമായൊരു മറുപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല. കാരണം അവിടെ രക്ഷാപ്രവർത്തനമടക്കം ഏകോപിപ്പിക്കേണ്ട ചുമതലയുണ്ട് പോലീസിന്. അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അവർക്ക് പ്രാഥമികമായ ചികിത്സ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് വിദഗ്ധ ചികിത്സയ്ക്കായി പരിശോധനകളുടെ ഭാഗമായി ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. വിവിധ ആംബുലൻസുകളിലായാണ് ഈ 5 പേരെയും ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ ആംബുലൻസുകൾ മെഡിക്കൽ കോളേജിൽ എത്തും. ഇവിടെ വിശദമായ പരിശോധനകൾ നടത്തിയതിനു ശേഷമേ പരിക്കുകൾ സാരമുള്ളതാണോ എന്ന കാര്യത്തിൽ വ്യക്തത ലഭിക്കുകയുള്ളൂ. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്, അപകടത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ വിവരങ്ങൾ ഇനി ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും വെഞ്ഞാറമൂട്ടിലെ ഹാപ്പി ലാൻഡ് എന്ന അമ്യൂസ്മെന്റ് പാർക്കിലുണ്ടായ അപകടത്തിൽ 5 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഒരു റൈഡ് താഴേക്ക് പതിക്കുന്ന മട്ടിൽ സാഹചര്യമുണ്ടായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു അപകടമുണ്ടായി. അതാണ് ഈ 5 പേരുടെ പരിക്കിലേക്ക് എത്തിച്ചത്. എത്രമാത്രം ഗുരുതരമായിട്ട് സാഹചര്യം ആണ് എന്നുള്ളതാണ് അതിൽ സംശയകരം. കൂടുതൽ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. ഡാനും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് എന്ന് ബോധ്യപ്പെടുന്നു. എങ്കിൽ പോലും ഡാൻ, ഈ ഒരുപാട് ഉള്ളിലേക്കാണ് ഈ പാർക്കിന്റെ ലൊക്കേഷൻ. വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണത്. എന്താ, നമുക്ക് അല്പസമയത്തിനകം അത് സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ ലഭിക്കും. നമുക്കിപ്പോൾ കൃത്യമായ വിവരങ്ങൾ ഈ പാർക്കിനെ സംബന്ധിച്ചോ അതിന്റെ മറ്റ് പ്രവർത്തനങ്ങൾ സംബന്ധിച്ചോ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. നമ്മൾ കാത്തിരിക്കുകയാണ് വിവരങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഈ അപകടം ഉണ്ടായത് സ്ഥലത്ത് നേരത്തെയും ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉപകരണങ്ങൾക്ക് ഫിറ്റ്നസ് ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലടക്കം വിശദമായ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഈ ആംബുലൻസുകൾ ശ്രീകാര്യം പിന്നിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഏതെങ്കിലും മറ്റ് അടിയന്തരമായ ചികിത്സ ഉറപ്പാക്കാനുള്ള ക്രമീകരണങ്ങൾ അത്യാഹിത വിഭാഗത്തിലടക്കം സജ്ജമാക്കിയിട്ടുമുണ്ട്. റൈറ്റ്. എന്നാലും ആ അപകടത്തിൽപ്പെട്ടവരെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. ആംബുലൻസ് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് അടുക്കാൻ പോകുന്നു. ആ റൈഡ് നിലം പതിച്ചുണ്ടായ അപകടമാണ്. അവിടെ നേരത്തെയും അപകടം ഉണ്ടായിട്ടുണ്ട് എന്ന് ഡാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ റൈഡുകളുടെയൊക്കെ സുരക്ഷാ സാഹചര്യങ്ങളൊക്കെ അനുദിനം പരിശോധിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ചട്ടങ്ങളെല്ലാം പാലിച്ചുള്ള ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ അത് പിന്നീട് ചർച്ച ചെയ്യേണ്ടതാണ്. എങ്കിൽ പോലും ഇപ്പോൾ അപകടം നടന്നു, മിനിറ്റുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അപകടത്തിൽ പരിക്കേറ്റവരുമായി ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് നീങ്ങുകയാണ് ആംബുലൻസ്. മെഡിക്കൽ കോളേജിൽ കാര്യങ്ങൾ സജ്ജമാണ്. അതിൽ ചിലരുടെ പരിക്കുകൾ
അല്പം ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും എന്താണെങ്കിലും 5 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. റൈഡിൽ ഉണ്ടായിരുന്ന എല്ലാവരും താഴേക്ക് നിലംപതിച്ചു. അതിൽ 5 പേർക്കാണ് പരിക്കേൽക്കുന്ന സാഹചര്യം. പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം അവരെ വളരെ പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ കഴിയുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. ഉടൻ തന്നെ അവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാകുമെന്ന് കരുതുകയും ചെയ്യാം. അവര് മറ്റേ എന്റെ പേര്